സത്യമാണെന്ന് തെളിയിക്കുന്ന സാക്ഷികളുണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അയാളോട് പറയും, ചുരുക്കം പറയട്ടെ, രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ പറയുമെന്ത്, ഞങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന്. വൽ ഫർജു, ഫർജ് പറയും, അഥവാ ഗുഹ്യഭാഗം പറയും, അനസനയിത്തു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന്. വ്യഭിചരിച്ചവരാണെങ്കിൽ എന്ത് പറയും? ഗുഹ്യഭാഗങ്ങൾ വിളിച്ചു പറയും, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന്. അനസനയിത്തു, ഇയാളാകെ കണ്ട സെറ്റായി മാറി, ഇയാളാകെ പരിഭ്രമിച്ചു. എന്താ അത്? ഇതിലും വലിയ തെളിവിന് എന്ത് വേണം? പച്ചക്ക് അവയവങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങുക. അല്ലാഹു തആല പറയും, മലായികത്തിനെ വിളിച്ചിട്ട് പറയും, ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. എന്താ പ്രതീക്ഷ? നരകത്തിലേക്ക് സീറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടി മലായികത്തുകൾ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഫയദ്ഹറു മിൻ ഐനിഹിൽ യുംനാ, തൻ്റെ വലതു കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പുറത്തു വരുന്നതാണ്. തൻ്റെ വലതു കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരിങ്ങനെ പുറത്തു വരും. എന്നിട്ട് ആ കണ്ണുനീര് പടച്ചോനോട് പറയും, തസ്തഇദിനു മിനല്ലാഹി അൻ തതകല്ലമ, പടച്ചോനെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന്. അള്ളാഹിനോട് സമ്മതം ചോദിക്കുകയാണ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, എനിക്കൊന്ന് പറയാനുണ്ട്. പടച്ചോൻ സമ്മതം കൊടുക്കും. യാ റബ്ബി അലസ്ത ഖുൽത, ആ കണ്ണുനീര് പടച്ചോനോട് ചോദിക്കും, നീയല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അയ്യു അബ്ദിൻ അഗറക ശാറത്തൻ വാഹിദത്തൻ മിൻ അജ്ഫാനിഹി ബിദുമി ഐനൈഹി മിൻ ഖശിയതി, നിന്നെ പേടിച്ചിട്ട് ആരെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് പൊടിച്ചാൽ, ഒരു തുള്ളി കണ്ണുനീര് പൊടിച്ചാൽ, ഇല്ല അൻജൈതഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അയാളെ നീ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടില്ലേ മുമ്പ് എന്ന്. ഈ കണ്ണിൽ നിന്ന് ഉച്ച വീണ ഈ കണ്ണിൽ നിന്ന് ഉച്ച വീണ ഈ കണ്ണുനീര് അല്ലാഹുവോട് ചോദിക്കും, ഇല്ല അൻജൈതഹു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഈ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അല്ലാഹു പറയും, ബല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫതഖൂലു, അപ്പ കണ്ണുനീര് പറയും, അനാ അശ്ഹദു അന്ന ഹാദൽ അബദൽ മുദ്നിബ, ഈ തിന്മയുടെ ഏടിൽ സകല തെറ്റുകളും സകലമാന തെറ്റുകളും എല്ലാ തെറ്റുകളും ചെയ്തു വെച്ച ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോ, ഒരു ശുപാർശകൻ എന്ന നിലയ്ക്ക് എന്നെ ഒന്ന് സ്വീകരിക്കണം. ആ കണ്ണുനീര് പറയുകയാണ് അള്ളാഹുവിനോട് പറയാണ്, ഖദ് അഗറഖനി, അയാൾ ഒരു ദിവസം കരഞ്ഞ കണ്ണുനീരാണ് ഞാന്. എങ്ങനെ കരഞ്ഞു? എങ്ങനെയാണ് കരഞ്ഞത്? ബിദ്ദുമൂഇ മിൻ ഖശിയതിക, നിന്നെ പേടിച്ചിട്ട്, നിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, നിന്റെ നരകം ഓർത്തുകൊണ്ട്, നീ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതെ നടന്നു വരുന്ന ഒരൊറ്റ കാരണം കൊണ്ട്. എന്നാൽ നീ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒട്ടേറെ നിഅമത്തുകളുണ്ടല്ലോ, ആ നിഅമത്തുകളൊക്കെ അയാൾ ദുരുപയോഗം ചെയ്തിട്ട് നിന്റെ ഇഷ്ടത്തിനും നിന്റെ മഹബ്ബത്തിനും പൊരുത്തത്തിനുമല്ലാത്ത രീതിയിൽ അദ്ദേഹം ജീവിതം ചെലവിട്ടപ്പോ അത് ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാണ് ഞാൻ. അതുകൊണ്ട് ഈ കണ്ണുനീര് പറയുകയാണ് അള്ളാഹുവിനോട്, ഈ മനുഷ്യനെ ഒരിക്കലും നരകത്ത് കടത്താൻ പാടില്ല. നീ പറഞ്ഞതാണ്, അള്ളാഹിനെ പേടിച്ചിട്ട് ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും ആരെങ്കിലും പൊട്ടിച്ചാല് നരകത്തിൽ നിന്ന് അയാൾക്ക് രക്ഷയാണ് എന്ന് നീ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പഠിച്ചവന്റെ മുമ്പിൽ ഈ കണ്ണുനീര് അതിശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന് വാദിക്കും. അപ്പോൾ അല്ലാഹു തആല എന്താ പറയാന്നറിയോ? ഫയമുറുല്ലാഹു തആല ബിഹിൽ ജന്ന, ആ മലക്കിനോട് തന്നെ പറയും, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട, ആ കണ്ണുനീര് കാരണം അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ദുആ എടുക്കുന്ന സമയത്തും തൗബ ചെയ്യുന്ന സമയത്തും ഇബാദത്ത് എടുക്കുന്ന സമയത്തും ഒക്കെ കണ്ണുനീര് വലിയ പ്രാധാന്യമാണെന്ന് പറയാൻ കാരണം, അന അഷ്ഹദു, എന്താ പറയാ, അന അഷ്ഹദു, ഞാൻ സാക്ഷി നിൽക്കുന്നു, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ പാപിയായ മനുഷ്യൻ, ആ പാപിയായ മനുഷ്യന്റെ കണ്ടടത്തിൽ നിന്ന് ഉച്ചി വീണ കണ്ണുനീരാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല അവിടെ വിളംബരം നടത്തും, അലാ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഖദ് നജാ മിനൻ നാരി ബിശഅറത്തിൻ വാഹിദ, ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് ഒരാളിതാ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു എന്ന് അല്ലാഹു അവിടെ വെച്ചൊരു അനൗൺസ്മെന്റ് നടത്തുമെന്നാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു പ്രതീക്ഷയാണ്. സാധാരണക്കാരായ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു, തോന്നുന്ന സമയത്തൊക്കെ തോന്നുന്നത് പറഞ്ഞു, നമ്മുടെ നാക്കിനൊന്നും ഒരു ലൈസൻസ് ഇല്ല, എന്താ പറയേണ്ടത്, ആരോടാ പറയേണ്ടത് ഒരു പിടുത്തവുമില്ല. ഭർത്താവിനോട് മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഉമ്മയോട്, അമ്മായിമ്മയോട്, നാത്തൂനോട്, ഇങ്ങനെ എല്ലാവരോടും
നമ്മളെ ഈ നാക്കുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങിയപ്പോ ആർക്കും ഉപകാരമുള്ള സംസാരമല്ല, പരമാവധി ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലാണ് സംസാരം. ഇന്ന് കുടുംബങ്ങളെല്ലാം തെറ്റിയിട്ടും അതേപോലെ തന്നെ അവർക്കിടയിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? നാക്കിനെ നമ്മൾ ശ്രദ്ധിക്കാത്തതല്ലേ? ഒരു നാക്കിൽ നിന്ന് വരുന്ന പിഴവാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ പതനത്തിന് തന്നെ കാരണമാകുന്നത്. എത്രയോ കേസുകളുണ്ട്. ആ കേസുകൾക്കൊക്കെ അടിസ്ഥാനം എന്താ? ആ നാക്ക് ശരിയല്ല എന്നുള്ളതാണ്. അത് ആണിന്റെ നാക്കാവാം, അല്ലെങ്കിൽ പെണ്ണിന്റെ നാക്കാവാം. രണ്ടു കൂട്ടരുടെയും നാക്ക് ഒതുക്കി വെച്ചാലോ ഒരു പ്രശ്നമില്ല. അപ്പൊ നാക്കാണ് യഥാർത്ഥത്തിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ കാരണക്കാരൻ. ഈ വക പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണക്കാരൻ. മാത്രമല്ല, നമ്മളെപ്പോലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവയവവും നാവാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ നാക്ക് കൊണ്ട് നമ്മൾ വേണ്ടാത്തതെല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള നാക്കുകൊണ്ട് നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലണം, ഒരുപാട് സ്വലാത്ത് ചെല്ലണം, മുത്തുനബിക്ക് ഇഷ്ടമുള്ള ഔറാദുകൾ ചെല്ലണം, അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള ഔറാദുകൾ ചെല്ലണം. അതുപോലെ തന്നെ ഒരുപാട് നഗ്നമായ ഹറാമുകൾ കണ്ട ഈ കണ്ണുകളിലെ ഈ കണ്ണുകൾ കൊണ്ട് ഇന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പൊടിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഈ സദസ്സ് കൊണ്ട് നമുക്ക് വലിയ ലാഭമുണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.